തെളിയിക്കാൻ പറഞ്ഞില്ലേ എന്നോട്? ഇപ്പൊ ഞാൻ തെളിയിച്ചില്ലേ? ഇനി അതിനുള്ള മറുപടി പറ. എന്ത് പറയാനാ? നാണോ മാനോ ഉള്ളവളാണെങ്കി ഒരു മുഴം കയറുകൊണ്ട് ഉത്തരം പറഞ്ഞേനെ. അതൊന്നും ഇവൾക്കില്ലല്ലോ. ഭയങ്കര തൊലിക്കെട്ടിയല്ലേ? ചാരോനെ കുറ്റപ്പെടുത്തി ഇനി ഒരു വാക്ക് നീ പറഞ്ഞ പിന്നെ സംസാരിക്കാൻ നിനക്ക് നാക്കുണ്ടാവില്ല. അരിഞ്ഞു കളയും ഞാൻ. സത്യം എന്താണെന്ന് തെളിഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ ഇവൾക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നേ? ചെയ്ത കളത്തിനെ മറച്ചു പിടിക്കാനോ? അതൊന്നും ഇവിടെ നടക്കില്ല. ഇവള് കളിച്ചതേ എന്റെ മരുമോൾക്കെതിരെയാ. പൊന്നു ഒരു സാധാരണക്കാരിയൊന്നുമല്ല. ചീഫ് എഞ്ചിനീയറാ, ചീഫ് എഞ്ചിനീയർ. ഇവളെ പോലെ കള്ളവും കള്ളത്തരങ്ങളും തൊഴിലാക്കിയ എത്രയോ പേരെ പൊന്നു കണ്ടിട്ടുണ്ടാവും. ഫോൺ മോഷ്ടിച്ചത് ഇവളാണെന്ന് ഇപ്പൊ തെളിഞ്ഞല്ലോ. അതാണ് എന്റെ മരുമകള്. ഫോൺ എന്റെ ബാഗിലുണ്ടെന്ന് കരുതി അത് ഞാനാണ് അതിൽ വെച്ചതെന്നുള്ള അർത്ഥമില്ലല്ലോ. ഇനി ഞാനാ വെച്ചെന്നിരിക്കട്ടെ, അതിനും തെളിവ് വേണം. ഇല്ലെങ്കിൽ ബാഗിൽ നിന്ന് ഫോൺ എടുത്തവള് തന്നെയാണ് വെച്ചതെന്നും പറയേണ്ടി വരും. നിർത്തടി. നിന്നോടൊക്കെ ഞാൻ എന്ത് പറയാനാ? നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ പറയുന്നത് കേട്ട് തുള്ളുന്ന ഇവനുണ്ടല്ലോ, നിന്റെ ഭർത്താവ്. ഇവനെ പറഞ്ഞാ മതി. എടാ അരവിന്ദേ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ പൊന്നു പാവമാണ്, നിരപരാധിയാണെന്നൊക്കെ? കല്യാണം കഴിഞ്ഞൊരു ജീവിതം തുടങ്ങാൻ പോയ നിങ്ങളെ ഇപ്പൊ എവിടെയോ കൊണ്ട് നിർത്തിയിരിക്കുന്നു. നിന്റെ അനിയന്റെയും ഭാര്യയുടെ മനസ്സിലിരിപ്പ് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നീയും പൊന്നു സന്തോഷത്തോടെ ജീവിക്കരുത്. അതിനു വേണ്ടിയാ രണ്ടും കൂടെ ഇങ്ങനെ ഒരു കഥ മെനഞ്ഞത്. ശ്രേയ മോളോട് നിന്റെ മനസ്സിൽ വെറുപ്പുണ്ടാക്കിയത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ആട്ടൻ തോലണിഞ്ഞ ചെന്നായി ഇവളെ വിശ്വസിക്കാൻ പാടുണ്ടോ? അതുമല്ല, ഇവള് വിശ്വസിച്ച് പൊന്നുവിനോട് ദേഷ്യപ്പെടാൻ പാടുണ്ടോ മോനെ? എടാ, പറഞ്ഞതൊക്കെ തെറ്റായി പോയി എന്ന് പറഞ്ഞ് പൊന്നുവിനോട് മാപ്പ് പറ. വേണ്ട ആന്റി, അരവിന്ദ് എന്നോട് മാപ്പൊന്നും പറയണ്ട. മാപ്പ് പറഞ്ഞാലും എന്റെ മനസ്സിലേറ്റ മുറിവ് ഉണങ്ങില്ല, ദേഷ്യവും മാറില്ല. അങ്ങനെ പറയല്ലേ മോളെ. എന്റെ മോനു വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. ഇവനൊരു ശുദ്ധനാ. ആരെന്ത് പറഞ്ഞാലും കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ മനസ്സിലൊന്നും വെക്കില്ല. മോള് എല്ലാം മറക്കണം. മറക്കാൻ ആന്റി, മറക്കാൻ പോവാ. എന്റെ കല്യാണം എന്നാ നടന്നെന്ന് മറക്കാൻ പോവാ. മോളെന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഇപ്പൊ പറഞ്ഞ പോലെ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത്. ആന്റി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ സംശയം വരാൻ പാടില്ല. അതൊരു ക്യാൻസർ പോലെ പടരും. എന്നെ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. അതിലും നല്ലത് പിരിയുന്നതാ. മിസ്റ്റർ അരവിന്ദ്, ഡിവോഴ്സ് നോട്ടീസ് ഉടൻ തന്നെ വരും. ഞാൻ പോവാ. ഓക്കെ. മോളെ, പൊന്നു, മോളെ പോവല്ലേ. പൊന്നു, മോളെ ഇവിടെ നിക്ക്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. പോവല്ലേ മോളെ, മോളെ പോവല്ലേ. എടാ മോനെ അരവിന്ദ്, അവളോട് പോവല്ലേന്ന് പറയടാ. എടാ ഒന്ന് പറയടാ പോവല്ലേന്ന്. മോളെ, മോളെ പൊന്നു. അരവിന്ദേട്ടാ, ഇതൊന്നും കാര്യമാക്കണ്ട.
ധൈര്യമായിട്ടിരിക്കേ. മോളെ മോളെ പൊന്നു പോവല്ലേ, പ്ലീസ് പോവല്ലേ. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. ആന്റി പറഞ്ഞത് കേട്ടതുകൊണ്ട് എനിക്ക് ഈ അവസ്ഥ വന്നത്. നിങ്ങളുടെ മോനെ കല്യാണം കഴിച്ചിട്ട് കുറ്റങ്ങൾ മുഴുവൻ തലയിലേറ്റി ഈ ചവിട്ടി നിൽക്കുന്ന പോലെ ഞാൻ നിൽക്കുന്നത്. എന്നെ മറന്നേക്ക്. മോളെ അങ്ങനെ പറയല്ലേ. അരവിന്ദ് അറിയാതെ പറഞ്ഞു പോയതാ. അറിയാതെ അല്ല ആന്റി, വാക്കുകൾ കൊണ്ട് ഒരുപാട് മുറിവേൽപ്പിച്ചു എന്നെ. സംശയദൃഷ്ടിയിൽ അരവിന്ദനെ നോക്കുന്നത്.